നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠം നിയമവിജ്ഞാനം സാധാരണക്കാരിലെത്തിക്കുവാനുള്ള റേഡിയോ ബെൻസിഗറിൻ്റെ ഒരു എളിയ സംരംഭമാണ്. നിയമപ്രശ്നങ്ങൾ, നിയമത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ, നടപടിക്രമങ്ങൾ ഇവയൊക്കെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾ ഇന്നും അജ്ഞരാണ് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് നിയമത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമത്തിൻ്റെ നടപടിക്രമങ്ങൾ, പൊതു നിയമങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ചെറിയ സംഭവങ്ങളിലൂടെയാണ് നമ്മൾ നിയമവിജ്ഞാനം നിങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാമൻകുട്ടി മാഷ് നാട്ടിലെ വളരെ അറിയപ്പെടുന്ന ഒരു സാധുവായ മനുഷ്യനാണ്. മലയാളം മാഷായ രാമൻകുട്ടി മാഷ് തൻ്റെ വിജ്ഞാനം എളിയ തലമുറകൾക്ക് നൽകി ഇപ്പോൾ പെൻഷനായി സസന്തോഷം വീട്ടിൽ കഴിഞ്ഞു വരികയാണ്. 2 പെൺകുട്ടികളുണ്ട്. അവരെ വിവാഹം കഴിച്ചയച്ചു. വീട്ടിൽ ഭാര്യയും രാമൻകുട്ടി മാഷും മാത്രമാണ് താമസം. രാമൻകുട്ടി മാഷിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ആരാണെന്ന് ചോദിച്ചാൽ 5 ബാറ്ററി ഇടുന്ന ഒരു ടോർച്ചാണ് എന്നുള്ളതാണ് സത്യം. രാത്രികാലങ്ങളിൽ മുഴുവൻ സമയവും രാമൻകുട്ടി മാഷിൻ്റെയോടൊപ്പം ഈ ടോർച്ചുമുണ്ടാകും. കിടക്കുന്നതിന് മുമ്പ് തൻ്റെ വീട് പരിസരങ്ങൾ മുഴുവനും രാമൻകുട്ടി മാഷ് ടോർച്ച് അടിച്ച് പരിശോധിച്ച് നോക്കും. കിടക്കുന്നതിന് മുമ്പ് കിടപ്പമുറിയുടെ വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കും. ഒന്നുകൂടി ടോർച്ച് എടുത്ത് 4 വശവും അടിച്ച് വെട്ടം കണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മാഷ് കിടക്കാറുള്ളത്. മാഷ് കിടക്കുമ്പോൾ തൻ്റെ തലയണിക്കടിയിലായി തൻ്റെ ഈ വലിയ ടോർച്ച് കൂടി സൂക്ഷിക്കാറുണ്ട്. കിടന്നു കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാഷ് ഒന്നുകൂടി എഴുന്നേക്കും. ഒന്നുകൂടി ടോർച്ചുമായി കതക് തുറന്ന് വെളിയിലെത്തി പരിശോധിച്ചതിന് ശേഷമാണ് മാഷ് പൂർണ്ണമായും ഉറക്കത്തിലേക്ക് മടങ്ങുന്നത്. മാഷ് ഇങ്ങനെ പതിവ് പോലെ തൻ്റെ ടോർച്ചുമായി കിടന്നുറങ്ങുകയാണ്. ഒരു കള്ളൻ പതിവ് പോലെ മോഷണത്തിന് ഇറങ്ങിയത് നമ്മുടെ രാമൻകുട്ടി മാഷിൻ്റെ വീട്ടിലായിരുന്നു. രാമൻകുട്ടി മാഷ് കിടന്നുറങ്ങുന്നു. കള്ളൻ മതിൽ ചാടി അകത്ത് വന്ന് ഓടിളക്കി അകത്ത് കയറി തട്ടിൻ്റെ മുകളിലൂടെ പതുക്കെ ബെഡ്റൂമിലെത്തി രാമൻകുട്ടി മാഷിൻ്റെ മുറിയിലെ അലമാര കുത്തി തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? കട്ടിലിൽ മാഷ് കിടന്നുറങ്ങുന്നു. മാഷിന് സമീപത്തുള്ള അലമാര കള്ളൻ കുത്തി തുറക്കുവാനുള്ള ശ്രമത്തിലാണ്. മാഷ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന മാഷ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കള്ളൻ തൻ്റെ അലമാര കുത്തി തുറന്നുകൊണ്ടിരിക്കുന്നു. മാഷ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. പിന്നീട് ഒന്ന് ആലോചിച്ചതിന് ശേഷം തനിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന കള്ളൻ്റെ കഴുത്ത് നോക്കി കയ്യിലിരുന്ന 5 ബാറ്ററിയുള്ള ടോർച്ച് കൊണ്ട് ഒരൊറ്റയടി. ഒരു ഉറുമ്പിനെ പോലും ഇതുവരെ നോവിച്ചിട്ടില്ലാത്ത, ഒരു വിദ്യാർത്ഥിയെ പോലും ഇതുവരെ തല്ലിയിട്ടില്ലാത്ത രാമൻകുട്ടി മാഷ് ആദ്യമായി തൻ്റെ ബാറ്ററി ടോർച്ച് കൊണ്ട് മോഷ്ടിച്ചു കൊണ്ട് നിന്നിരുന്ന കള്ളൻ്റെ പുറകുവശത്ത്, അതായത് കഴുത്തിന് പിറകുവശത്ത് മർമ്മസ്ഥാനത്താണ് ആഞ്ഞ് അടിച്ചത്. ഭാഗ്യമോ നിർഭാഗ്യമോ കള്ളൻ താഴെ വീണു. മാഷ് അലറി വിളിച്ചു. നാട്ടുകാർ ഓടിക്കൂടി. എല്ലാവരും കൂടി കള്ളൻ്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഞെട്ടലോടെ 1-2 ആളുകൾ ആ സത്യം പറഞ്ഞത്. കള്ളൻ മരിച്ചുപോയി. രാമൻകുട്ടി മാഷിൻ്റെ ടോർച്ച് കൊണ്ടുള്ള അടിയേറ്റു കള്ളൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കള്ളൻ മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്? വളരെ മര്യാദക്കാരനും ശാന്തനും സൽസ്വഭാവിയുമായ രാമൻകുട്ടി മാഷ് ഇപ്പോൾ ഒരു കൊലപാതകിയായിരിക്കുകയാണ്. രാമൻകുട്ടി മാഷിനെ കാത്തിരിക്കുന്നത് ലോക്കപ്പാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമാണ്. നാം ഈ നിയമപ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. രാമൻകുട്ടി മാഷിനെ നിയമം എന്ത് ചെയ്യും? ഒരു കൊലപാതകിയായി രാമൻകുട്ടി മാഷിനെ നിയമം കാണുമോ?
ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം.